വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച പിന്നീട് മുൻപ് നവവധു ഭർത്ത് വീട്ടിൽ ക്രൂരമർദ്ദനത്തിനിരയായി. കോഴിക്കോട് പന്തീരങ്കാവിലാണ് സംഭവം. മൊബൈൽ ചാർജറിന്റെ വയർ കഴുത്തിൽ മുറുക്കി ഉൾപ്പെടെ ക്രൂരമായ മർദ്ദനമാണ് യുവതിക്ക് നേരെ നടന്നതെന്ന് ബന്ധുക്കൾ നൽകിയ പരാതിയിൽ പറയുന്നു. ഭർത്താവ് പന്തീരങ്കാവ് വള്ളിക്കുന്ന് സ്നേഹതീരത്തിൽ രാഹുലിന് നേരെ പോലീസ് കേസെടുത്തു. ഇക്കഴിഞ്ഞ മെയ് 5-നാണ് കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശിയായ രാഹുലും എറണാകുളം പറവൂർ സ്വദേശിനിയായ യുവതിയും തമ്മിൽ ഗുരുവായൂരിൽ വെച്ച് വിവാഹിതരായത്. തുടർന്ന് 12-ന് വധുവിന്റെ ബന്ധുക്കൾ വിവാഹ സൽക്കാരത്തിന്റെ ഭാഗമായുള്ള അടുക്കള കാണൽ ചടങ്ങിന് രാഹുലിന്റെ വീട്ടിൽ എത്തിയതായിരുന്നു. അതിനിടെയാണ് ബന്ധുക്കൾ വധുവിന്റെ ശരീരത്തിൽ പരിക്കേറ്റ പാടുകൾ കണ്ടത്. മാട്രിമോണിയൽ സൈറ്റ് വഴിയാണ് ഇരുവരും വിവാഹിതരാകാൻ തീരുമാനിച്ചത്. വിവാഹത്തിന് മുൻപ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ വിവാഹം കഴിഞ്ഞ ശേഷം മദ്യപിച്ചെത്തി രാഹുൽ തന്നെ ക്രൂരമായി മർദ്ദിക്കാറുള്ളതായും തന്റെ ഫോണിലുള്ള പരിചയക്കാരായ പുരുഷന്മാരുടെ നമ്പറുകൾ ഡിലീറ്റ് ചെയ്യാറുള്ളതായും നവവധു പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. യുവതി തന്റെ വീട്ടുകാരുടെ സഹായത്തോടെയാണ് ഭർത്താവിനും ഭർത്ത് വീട്ടുകാർക്കുമെതിരെ പന്തീരങ്കാവ് പോലീസിൽ പരാതി നൽകിയത്. പോലീസ് നിർദ്ദേശപ്രകാരം യുവതി ഫറൂഖ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഗുരുതര പരിക്കുകൾ ഉള്ളതിനാൽ ഇപ്പോൾ പറവൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗാർഹിക പീഡന വകുപ്പുകൾ ചുമത്തിയാണ് പന്തീരങ്കാവ് സ്വദേശിയായ രാഹുലിനെതിരെ പോലീസ് കേസെടുത്തത്. വിവാഹബന്ധം തുടരാൻ താൽപര്യമില്ലെന്ന് പോലീസിനെ അറിയിച്ച യുവതി കുടുംബത്തോടൊപ്പം എറണാകുളത്തേക്ക് മടങ്ങുകയും ചെയ്തു. യുവതിയുടെ കുടുംബം വിവാഹമോചനത്തിനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ ജർമ്മനിയിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറാണ്. എംടെക് ബിരുദധാരിയായ യുവതി ടെക്നോ പാർക്കിലെ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരിയാണ്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.